എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ 3 ഫേസ് ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് സർക്യൂട്ടിൽ എങ്ങനെ വൈദ്യുതി അളക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ലക്ഷ്യം: ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. ബാലൻസ്ഡ് ലോഡിൽ 3 ഫേസ് പവർ അളക്കുക. ഒരു അൺബാലൻസ്ഡ് ലോഡിൽ 3 ഫേസ് പവർ അളക്കുക. ആദ്യം ബാലൻസ്ഡും അൺബാലൻസ്ഡുമായ അവസ്ഥകളെക്കുറിച്ച് നമുക്കൊരു ഹ്രസ്വ ചർച്ച നടത്താം. സമതുലിതമായ ലോഡ് അല്ലെങ്കിൽ സിസ്റ്റം. സിസ്റ്റത്തിന്റെ 3 ഫേസുകളിലും ലോഡ് തുല്യമായി വിതരണം ചെയ്യുന്ന ഒന്നാണ് സമതുലിതമായ ലോഡ്. സമതുലിതമായ സംവിധാനത്തിൽ 3 ഫേസുകളിലെയും നിലവിലെ മൂല്യങ്ങൾ സമാനമാണ്. 3 ഫേസുകളിലെയും വോൾട്ടേജ് മൂല്യങ്ങൾ സമാനമാണ്. ഓരോ ഫേസും തമ്മിലുള്ള വ്യത്യാസം 120 ഡിഗ്രിയാണ്. ന്യൂട്രൽ കറണ്ടില്ല. 3 ഫേസുകളിലെയും ഇംപിഡൻസ് ഒന്നുതന്നെയാണ്. ലോഡ് സ്റ്റാർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യൂട്രലിൽ റിട്ടേൺ കറണ്ട് ഉണ്ടാകില്ല. പൊതു ന്യൂട്രൽ പോയിന്റിൽ കൂടിച്ചേരുന്ന 3 ഫേസ് വൈദ്യുതധാരകളുടെയും വെക്ടർ തുക 0 ആയതിനാൽ ഇത് അങ്ങനെയാണ്. അസന്തുലിതമായ ലോഡ് അല്ലെങ്കിൽ സിസ്റ്റം. സിസ്റ്റത്തിന്റെ 3 ഘട്ടങ്ങളിലും ലോഡ് അസമമായി വിതരണം ചെയ്യുന്ന ഒന്നാണ് അസന്തുലിതമായ ലോഡ്. ഒരു അസന്തുലിതമായ സംവിധാനത്തിൽ 3 ഘട്ടങ്ങളിലെയും വോൾട്ടേജും നിലവിലെ മൂല്യങ്ങളും പരസ്പരം തുല്യമായിരിക്കില്ല. പരസ്പരം ഫേസുകളിൽ നിന്ന് ഫേസ് ആംഗിൾ ഉണ്ടായിരിക്കുക. ഒരു ന്യൂട്രൽ കറന്റ് സംഭവിക്കും. 3 ഘട്ടങ്ങളിലെയും തടസ്സങ്ങൾ ഒരുപോലെയല്ല. നമുക്കിത് പ്രായോഗികമായി ചർച്ച ചെയ്യാം. നമുക്ക് ആവശ്യമായ ഉപകരണങ്ങളും വസ്തുക്കളും ശേഖരിക്കാം. 3 ഫേസ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ 3 HP 415 വോൾട്ട് ലോഡ് അറേഞ്ച്മെന്റ് ഉൾപ്പെടെ ഒരെണ്ണം. കപ്പാസിറ്റർ ബാങ്ക് 3 ഫേസ് 415 വോൾട്ട് 1.5 kVAR ഒരെണ്ണം. 3 ഫേസ് പവർ ഫാക്ടർ മീറ്റർ 415 വോൾട്ട് 20 ആംപ്സ് ഒരെണ്ണം. വാട്ട് മീറ്റർ 500 വോൾട്ട് 100 ആമ്പുകൾ രണ്ടെണ്ണം. മൂവിംഗ് അയൺ അമ്മീറ്റർ 10 ആംപ്സ് ഒരെണ്ണം. മൂവിംഗ് അയൺ വോൾട്ട് മീറ്റർ 300 വോൾട്ട് അല്ലെങ്കിൽ 600 വോൾട്ട് ഒരെണ്ണം. 4 പോൾ MCB 16 ആമ്പുകൾ ഒരെണ്ണം. ഇൻസുലേറ്റഡ് ചെമ്പ് വയർ 2.5 ചതുരശ്ര മില്ലിമീറ്റർ. ത്രീ ഫേസ് സ്റ്റാർ കണക്റ്റഡ് ബാലൻസ്ഡ് സർക്യൂട്ടിലെ പവർ അളക്കൽ. ഈ പ്രായോഗികതയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളും സാമഗ്രികളും നമുക്ക് ശേഖരിക്കാം. സിംഗിൾ ഫേസ് വാട്ട് മീറ്റർ 250 വോൾട്ട് 5 ആംപ്സ് രണ്ടെണ്ണം. മൂവിംഗ് അയൺ വോൾട്ട് മീറ്റർ 0 മുതൽ 500 വോൾട്ട് ഒരെണ്ണം. മൂവിംഗ് അയൺ അമ്മീറ്റർ 5 ആംപ്സ് ഒരെണ്ണം. പോൾ MCB 6 ആംപിയർ 1. 100 വാട്ട് 250 വോൾട്ട് വിളക്ക് 3 എണ്ണം. 200 വാട്ട് 250 വോൾട്ട് ലാമ്പ് 3 എണ്ണം. വിളക്ക് ഹോൾഡർ 6 ആംപിയർ 250 വോൾട്ട് 6 എണ്ണം. ഇൻസുലേറ്റഡ് ചെയ്ത ചെമ്പ് വയർ 1.5 ചതുരശ്ര മില്ലിമീറ്റർ 5 മീറ്റർ. 3 ഘട്ടങ്ങളിലേക്കും 100 വാട്ട് 250 വോൾട്ട് ലാമ്പ് ബന്ധിപ്പിച്ച് ഒരു സ്റ്റാർ കണക്ഷൻ ഉണ്ടാക്കുക. ലൈൻ കറണ്ട് അളക്കാൻ R ലൈനിൽ ഒരു അമ്മീറ്റർ ബന്ധിപ്പിക്കുക. ലൈൻ വോൾട്ടേജ് അളക്കാൻ R, Y എന്നിവയ്ക്കിടയിൽ ഒരു വോൾട്ട് മീറ്റർ ബന്ധിപ്പിക്കുക. R നും ന്യൂട്രലിനും ഇടയിൽ സിംഗിൾ ഫേസ് പവർ ഫാക്ടർ മീറ്റർ ബന്ധിപ്പിക്കുക. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഘട്ടം 6ലെ സിംഗിൾ ഫേസ് വാട്ട് മീറ്റർ കറണ്ട് ടെർമിനലുകളും R, ന്യൂട്രൽ എന്നിവയ്ക്കിടയിലുള്ള വോൾട്ടേജ് ടെർമിനലുകളും ബന്ധിപ്പിക്കുക. ശ്രദ്ധിക്കുക, ഞങ്ങളൊരു സന്തുലിത സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ ഏത് ഘട്ടത്തിലും ഒരു വാട്ട് മീറ്റർ മാത്രമേ ഉപയോഗിക്കാനാകൂ. 3 ഫേസ് പവർ ലഭിക്കുന്നതിന് റീഡിങ്ങിനെ 3 ആയി ഗുണിക്കുന്നു.
സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് പോലെ 4 പോൾ MCB വഴി സർക്യൂട്ട് ഒരു 3 ഫേസ് AC സപ്ലൈയിലേക്ക് ബന്ധിപ്പിക്കുക. MCB ഓണാക്കി അമ്മീറ്റർ, വോൾട്ട്മീറ്റർ റീഡിംഗുകൾ ശ്രദ്ധിക്കുക. ടാബുലേഷനിൽ രേഖപ്പെടുത്തുക. സർക്യൂട്ട് ഓഫ് ചെയ്യുക. സർക്യൂട്ടിൽ നിന്ന് വാട്ട് മീറ്ററും പവർ ഫാക്ടർ മീറ്ററും നീക്കം ചെയ്യുക. അവയെ Y, ന്യൂട്രൽ എന്നിവയ്ക്കിടയിൽ ബന്ധിപ്പിക്കുക. ടാബുലേഷനിലെ റീഡിംഗുകൾ ശ്രദ്ധിക്കുക. Y ഘട്ടത്തിൽ നിന്ന് വാട്ട് മീറ്ററും പവർ ഫാക്ടർ മീറ്ററും നീക്കം ചെയ്ത് B ഘട്ടത്തിൽ കണക്ട് ചെയ്യുക. ഒപ്പം റീഡിംഗുകൾ ശ്രദ്ധിക്കുക. ഫോർമുലയിൽ അനുബന്ധ മീറ്റർ റീഡിംഗുകളുടെ മൂല്യങ്ങൾ മാറ്റി സർക്യൂട്ടിന്റെ മൊത്തം പവർ കണക്കാക്കുക. 3 ഘട്ടങ്ങളിൽ നിന്ന് അളന്ന 3 വാട്ട് മീറ്റർ റീഡിംഗുകൾ ചേർത്ത് കണക്കാക്കിയ മൂല്യം ഉപയോഗിച്ച് പരിശോധിക്കുക. 3 ഘട്ടങ്ങളിലും 100 വാട്ട് വിളക്ക്, 200 വാട്ട് വിളക്ക് ഉപയോഗിച്ച് മാറ്റി 3 പവർ ലെവലുകൾ അളക്കുക. ടാസ്ക് 2. 3 ഫേസ് അൺബാലൻസ്ഡ് സ്റ്റാർ ബന്ധിത സിസ്റ്റത്തിന്റെ അളവ്. ഓരോ ഘട്ടത്തിലും വ്യത്യസ്ത വോൾട്ടേജ് ലോഡുകളുള്ള ഒരു അൺബാലൻസ്ഡായ സ്റ്റാർ ബന്ധിത സംവിധാനം ഉണ്ടാക്കുക. R ഘട്ടത്തിൽ 100 വാട്ട് വിളക്ക്, Y ഘട്ടത്തിൽ 200 വാട്ട് വിളക്ക്, B ഘട്ടത്തിൽ 60 വാട്ട് വിളക്കുകൾ. ലൈൻ കറണ്ട് അളക്കാൻ R ലൈനിൽ ഒരു അമ്മീറ്റർ ബന്ധിപ്പിക്കുക. ലൈൻ വോൾട്ടേജുകൾ അളക്കാൻ ഘട്ടങ്ങൾ R, Y എന്നിവയ്ക്കിടയിൽ ഒരു വോൾട്ട് മീറ്റർ ബന്ധിപ്പിക്കുക. 500 വോൾട്ട് മുതൽ 5 ആംപ്സ് വരെയുള്ള 2 വാട്ട് മീറ്ററുകൾ W1, W2 എന്നിവ ബന്ധിപ്പിക്കുക. വാട്ട് മീറ്റർ V1ന്റെ നിലവിലെ കോയിൽ R ഘട്ടത്തിലാണ്. വോൾട്ടേജ് കോയിൽ R, Y എന്നിവയ്ക്കിടയിലാണ്. വാട്ട് മീറ്റർ W1ന്റെ നിലവിലെ കോയിൽ R ഘട്ടത്തിലാണ്. വോൾട്ടേജ് കോയിൽ R, Y എന്നിവയ്ക്കിടയിലാണ്. വാട്ട് മീറ്റർ W2ന്റെ നിലവിലെ കോയിൽ B ഘട്ടത്തിലാണ്. കൂടാതെ വോൾട്ടേജ് കോയിൽ Bക്കും Yക്കും ഇടയിലാണ്. ഏതെങ്കിലും 2 ഘട്ടങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് 2 വാട്ട് മീറ്റർ ബന്ധിപ്പിക്കാൻ കഴിയും. ശ്രദ്ധിക്കുക, അസന്തുലിതമായ ലോഡിലോ സിസ്റ്റത്തിലോ പവർ അളക്കാൻ കുറഞ്ഞത് 2 വാട്ട് മീറ്ററുകൾ ആവശ്യമാണ്. 4 പോൾ MCB വഴി 3 ഫേസ് AC വിതരണത്തിലേക്ക് അസന്തുലിതമായ സർക്യൂട്ട് ബന്ധിപ്പിക്കുക. MCB ഓണാക്കുക. വാട്ട് മീറ്റർ വ്യതിചലനം ശ്രദ്ധിക്കുക. ഏതെങ്കിലും വാട്ട് മീറ്റർ വ്യതിചലനങ്ങൾ വിപരീത ദിശയിലാണെങ്കിൽ അനുബന്ധ വാട്ട് മീറ്ററിന്റെ പ്രഷർ കോയിൽ കണക്ഷൻ മാത്രം മാറ്റുക. ടാബുലേഷനിലെ എല്ലാ മീറ്റർ റീഡിംഗുകളും ശ്രദ്ധിക്കുക. ഫോർമുല ഉപയോഗിച്ച് പവർ ഫാക്ടർ കണക്കാക്കുക. കോസ് പൈ കോസ് ടാൻ ഇൻവേഴ്സ് 1 ഇൻറ്റു 1.732 W1 മൈനസ് W2 ഡിവൈഡഡ് ബൈ W1 പ്ലസ് W2. അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നതിനും അതേപടി നടപടിക്രമം പാലിച്ച് പവർ അളക്കുന്നതിനും 3 ഘട്ടങ്ങളിലും ബന്ധിപ്പിച്ചിരിക്കുന്ന ലോഡ് മറ്റൊരു വോൾട്ടേജ് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുക. ഈ വീഡിയോ കണ്ടതിനു ശേഷം നിങ്ങൾക്ക് 3 ഫേസ് സന്തുലിതവും അസന്തുലിതവുമായ സർക്യൂട്ടിലെ പവർ അളക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടതിന് നന്ദി. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.